പോണേ, അത് അടങ്ങിയിരുന്നോണം. കവുമായിട്ട് നമ്മൾ അടുത്ത പരിപാടി. ഇതിനെ തന്നെ ഒരു കോൺക്രീറ്റ് പോലെ വന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വളരും. കക്കൂസിന്റെ ടാങ്കാണെങ്കിൽ നന്നായിട്ട് വളരും. ഒരു കവുകാരൻ കേട്ടോ, 10 ഉണ്ട്. 10 എടുക്കുന്ന മൊത്തം എടുത്താൽ ഒരു വീഡിയോ 50 മിനിറ്റെങ്കിലും ആവും. ഒരെണ്ണം വെക്കുന്ന പിന്നാക്ക് പുല്ലുപൊടി എന്നതാണ് വളം. ഇത്രയുള്ള പൊടി പാരക്കടിച്ചിരുന്ന പൊടി ഇച്ചിരി വലുതാവും. പിന്നെ കാണുമ്പോ ഒരു ഭംഗി ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന്റെ എടുക്കാന്ന് വിചാരിച്ചോ. നമുക്ക് കവുങ്ങ് വലുതാമത്തെ കൊന്ന വെട്ടിക്കളഞ്ഞാൽ അതുവരെ കവുങ്ങിന്റെ ചെറിയ ഷെയ്ഡും കിട്ടും. 3 വർഷത്തേക്ക് ഒരു വെയിലത്താണെങ്കിൽ നനയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ടാങ്ക ഇവിടെ ചെറുതായിട്ടൊന്ന് പണി വാളിയിട്ടുണ്ട്. അത് കയറ്റി വാർത്തതിന്റെ കഷ്ണമായിരിക്കും അല്ലേ? ഒന്നുമില്ല, മണ്ട കഴിച്ചിരിക്കാതെ. ചേട്ടൻ പറഞ്ഞിട്ട് ടാങ്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറ്റിച്ചതല്ലേ. പത്ത് കവും അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 കവും വെക്കാൻ വന്ന ഒരുമാതിരി ഏപ്പരാജി പോലത്തെയാണ്. സാറുണ്ട് ഇന്ത്യക്കകത്ത് വന്നപ്പോ ഊല് വന്നൊരു കമ്പ് വാങ്ങിപ്പോയി. എല്ലാം ഒന്ന് തന്നെ കേട്ടോ. ഇത് 2.20 ആയി. ഒരു കുഴിയെടുത്ത് വെക്കാണ്ട്, അങ്ങോട്ട് വെക്കാണ്ട് ഇടി. പക്ഷെ ആ താഴെ ഒരു ഇച്ചിരി കൂടെ കെട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. മണ്ണങ്ങ് വലിച്ച ഭംഗിയായിട്ട് കെട്ടുമായിരിക്കുമല്ലേ ചിലപ്പോ. ഈ തേക്ക് ഇതൊക്കെ വലിച്ചോണ്ട് കൂടാ ആയിരിക്കും അല്ലേ. കവുങ്ങിന്റെ പേര് അത്ര മൂഞ്ചിയ പേരൊന്നും അല്ലല്ലോ. അവന് മറ്റേ വളം വലിക്കാൻ നല്ല ഉഷാറുള്ളവനല്ലേ. പോരെ, വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊടി കിട്ടും. 2 അടി വട്ടം അല്ല, 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച. ഇങ്ങനെ വെക്കണമെന്നല്ല, ഇങ്ങനെയെങ്കിലും വെക്കുക. വീഡിയോ കാണിക്കാൻ വേണ്ടി ഒരു കവുങ്ങ് ഇങ്ങനെ വൃത്തിക്ക് വെച്ചു എന്ന് പറയാൻ പാടില്ല. എല്ലാം ഒരേപോലെയാണ്. അവിടെ എടുക്കുന്നുണ്ട് കുഴി. ഞാൻ അപ്പുറത്തോട്ടുള്ള ഇവിടെ 4 അവിടെ 6, ടോട്ടല് 10.